إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ശഅബാൻ മാസത്തിന്റെ അവസാനത്തിലെത്തി റമളാനിലേക്ക് പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. റമളാനിനെ കുറിച്ചും അതുപോലെ റമളാൻ നോമ്പിനെ കുറിച്ചുമൊക്കെ ഒരുപാട് നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെടും എന്ന അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് സാന്ദർഭികമായി ഇത്തരം വിഷയങ്ങൾ വീണ്ടും വീണ്ടും വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നത് ഉപകാരപ്രദമാണ്. കേൾക്കാത്തതോ അറിയാത്തതോ ആയ വിഷയങ്ങളല്ല. സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നോമ്പ് നിൽക്കുക എന്നുള്ളത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രം നിശ്ചയിക്കപ്പെട്ട ഒരു ആരാധനാകർമ്മമല്ല, മറിച്ച് പൂർവ്വ സമുദായങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിൽക്കുക എന്ന ഇബാദത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിലെ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ നിന്നും ചില പ്രവാചകന്മാരെ കുറിച്ച പ്രസ്താവനകളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എന്തിനാണ് നോമ്പ് നിൽക്കുന്നത്, എന്തിനു വേണ്ടിയായിരിക്കണം എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന്റെ ലക്ഷ്യമെന്ത് എന്നത് ഇതേ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിന് വേണ്ടിയാണ് റമളാനിൽ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചത് എന്നാണ്. ഇത് റമളാനിലെ നോമ്പിന് മാത്രമല്ല, ഏത് നോമ്പാണെങ്കിലും തഖ്വ കൈവരിക്കുക എന്നതാണ്. റമളാൻ ഒഴിച്ചുള്ളവ സുന്നത്ത് നോമ്പുകൾ മാത്രമാണ്. നിർബന്ധമാക്കപ്പെട്ടത് റമളാനിലെ നോമ്പാണ്. അപ്പൊ ഏതായിരുന്നാലും എല്ലാ സത്യവിശ്വാസികളും റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്, ഉഴുതിർ നൽകപ്പെട്ടവരൊഴികെ. അപ്പൊ നിർബന്ധമായി ഒരു വർഷത്തിൽ ഒരു മാസം നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു നിയമമാക്കിയത് എന്തിനു വേണ്ടിയാണ്? അത് തഖ്വ കൈവരിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ലക്ഷ്യമാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളും ഇക്കാര്യം സൂചിപ്പിച്ചത് കാണാം. നോമ്പ് നിർബന്ധമാക്കിയതിന്റെ ലക്ഷ്യം തഖ്വ കൈവരിക്കലാണ്. വേറെ പല ആരോഗ്യപരമായ കാര്യങ്ങളും മാനസികമായ വികാസങ്ങളും ക്ഷമയും സഹനവും പട്ടിണിയും പരിവട്ടവും ഒക്കെ മനസ്സിലാക്കലും ഇങ്ങനെ പലരും എഴുതി ചേർത്തത് കാണാം. അതൊന്നും അല്ലാഹു റസൂലോ പഠിപ്പിച്ച ലക്ഷ്യങ്ങളല്ല. അതുണ്ടാകുമല്ലോ എന്നുള്ളത് വേറെ വിഷയം. കുടൽ ശുദ്ധീകരിക്കുക, അങ്ങനെ പലതുണ്ട്. അല്ലാഹു പറഞ്ഞത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈവരിക്കുന്നതിന് വേണ്ടിയാണ്. മിക്ക ഖുത്ബകളുടെയും പ്രസംഗങ്ങളുടെയും ക്ലാസുകളെയും ഒക്കെ തുടക്കത്തിൽ എപ്പോഴും എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ആയത്തുകൾ ഖുത്ബയുടെ തുടക്കത്തിൽ ഖുത്ബത്തുൽ ഹാജ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഓതാറുണ്ടായിരുന്നു. ഇവയിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വ കൈവരിക്കണം എന്ന് കൽപ്പിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കുക, മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്. അപ്പൊ എപ്പോഴും വിശ്വാസിയുടെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു സംഗതിയാണ് തഖ്വ എന്ന് പറയുന്നത്. ഇത് മൗലവിമാർക്കോ മുസ്ലിയാക്കന്മാർക്കോ മതപ്രബോധനം നടത്തുന്നവർക്കോ പള്ളിയിൽ വരുന്നവർക്കോ അങ്ങനെ ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രം ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമല്ല. കാരണം മനുഷ്യരോടാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റമളാനിൽ നോമ്പ് നോൽക്കുന്നത് ഈ ഒരു തഖ്വ എപ്പോഴും നമ്മളിൽ നിലനിർത്തുക എന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്തിൽ വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ സാദ് സംഭരിക്കുക, സാദിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് തഖ്വയാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ, ഹദീസുകളിൽ എവിടെയും കാണാൻ പറ്റിയിട്ടില്ല, ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ് ഈ ആയത്ത്. ഹജ്ജിന് വരുമ്പോൾ യാത്രാ ഭക്ഷണം കൊണ്ടുവരാതെ ചില ആളുകൾ അതൊക്കെ അള്ള തരും, എവിടെന്നെങ്കിലും കിട്ടിക്കൊള്ളും എന്ന് വിചാരിച്ചിട്ട് ഹജ്ജിന് വന്നിരുന്നു. കാരണം ഹജ്ജിനല്ലേ പോണത്, അപ്പൊ ഭക്ഷണം കാര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും കൊണ്ടുപോകേണ്ടതില്ല. ആ ആളുകളോട് അത് പോരാ, നിങ്ങൾ യാത്രാ ഭക്ഷണം സജ്ജീകരിക്കണം എന്നതാണ് വതസവ്വദു. കാരണം യാത്ര വെറുതെ കയ്യിൽ നീട്ടിപ്പോയാൽ പോരാ, യാത്ര ചെയ്യാനുള്ള കാശും ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ കൂടെ വേണം, അല്ലെങ്കിൽ അതിനുള്ള പണം വേണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞ എന്താ? ഫഇന്ന ഖൈറസ്സാദി തഖ്വ, സാദിൽ ഏറ്റവും നല്ലത് തഖ്വയാണ്. സാദ് എന്ന വാക്കിനർത്ഥം മലയാളത്തിൽ പാഥേയം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ
യാത്രാ സജ്ജീകരണങ്ങൾ. ചില ആളുകൾ യാത്രാ ഭക്ഷണം എന്ന് മാത്രം പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഭക്ഷണം മാത്രമല്ല, യാത്രയിൽ ഭക്ഷണം വേണം, വെള്ളം വേണം, വസ്ത്രം വേണം, മരുന്ന് വേണം, വാഹനം വേണം, പിന്നെ എന്തൊക്കെ സൗകര്യങ്ങൾ ആവശ്യമാണോ, പുതപ്പ്, വിരിപ്പ്, ഇതെല്ലാം കൂടി ചേർന്ന ആവശ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ വസ്തുക്കൾക്കാണ് സാദ് എന്ന് പറയുന്നത്. അപ്പൊ യാത്രക്കാരന്റെ സൗകര്യത്തിന് വേണ്ട വസ്തുക്കൾ എന്തോ അതാണ് സാദ്. അതൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മള് കൂടെ കൊണ്ടു നടക്കുന്ന സംഗതികളാണ്. അതല്ലാതെ ആരും യാത്ര ചെയ്യൂല. പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, എണ്ണ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുപോകും. അത് യാത്രന്റെ സൗകര്യത്തിന് വേണ്ടിയാണ്, യാത്ര നന്നാകാൻ. നമ്മൾ പരലോകത്തിലേക്കുള്ള യാത്രയിലാണ്. ആ പരലോകത്തേക്കുള്ള യാത്രയിൽ അവിടെ എത്തിയാൽ ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ കിട്ടണം. ആ വിഭവങ്ങൾ കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ ശേഖരിച്ച് സംഭരിച്ചു കൊണ്ടുപോകണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുമ്പോണ്ടെടുത്ത് പോകല്ല. പക്ഷേ അതൊക്കെ അള്ളാഹു തരും എന്ന് നമുക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. ആ പരലോകത്ത് നമുക്ക് ആവശ്യമായ നമ്മുടെ യാത്ര, ദുനിയാവിൽ തുടങ്ങിയ യാത്ര ഖബറിലൂടെ പോയി പരലോകത്ത് അവസാനിക്കുമ്പോ അതാണല്ലോ മആദ്. ഖുർആനിൽ ഉപയോഗിച്ച വാക്കാണ് മആദ്. ഹദീസിലും മടക്കസ്ഥാനം എന്നാണ്. ജീവിതം അവസാനിച്ച് പിന്നീട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിച്ച് ജീവിപ്പിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലുന്ന സ്ഥലം, അതാണ് മആദ്. ആ മടക്കസ്ഥാനത്ത് എത്തിയാൽ ദുനിയാവിലേതുപോലെ കൃഷി ചെയ്തുണ്ടാക്കുക, അധ്വാനിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പൊ അവിടെ എല്ലാ സൗകര്യങ്ങളും കിട്ടണം. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ തഖ്വ എന്ന് പറയുന്ന യാത്രാ സജ്ജീകരണങ്ങൾ ഒരുക്കണം. അതിനാണ് ഈ ജീവിതം. അതിന് പരിശീലിപ്പിക്കാനും അത് ഏറ്റവും നന്നായി ആ സാദ് സംഭരിക്കാനുമാണ് റമദാനിലെ നോമ്പ്. അതാണ് പറഞ്ഞത് ഫൈന്ന ഖൈറസ്സാദ്. യാത്രാ സൗകര്യങ്ങളിൽ ഏറ്റവും നല്ല സൗകര്യം എന്ന് പറയുന്നത് കെട്ടും പാണ്ടവും പണവും ഭക്ഷണവും പൈസയും പുതപ്പും വിരിപ്പും അല്ല. അത് ആവശ്യമാണ്. പക്ഷേ നിങ്ങൾ പരലോകത്തേക്കുള്ള യാത്രയിലാണ്. ഹജ്ജിന് പോകുമ്പോഴും ആ കെട്ടും പാണ്ടത്തേക്കാൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് തഖ്വ നേടുക എന്ന ലക്ഷ്യമാണ്. ഇസ്ലാമിന്റെ ഏത് ഇബാദത്ത് പരിശോധിച്ചാലും ഈ ഒരു സാദ് തഖ്വ നേടാനാണ് ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ടത്. ഇനി ഒരു മനുഷ്യൻ അലങ്കാരത്തിന് വേണ്ടി, സൗന്ദര്യത്തിന് വേണ്ടി, ഭംഗിക്ക് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും സ്വീകരിക്കാറുണ്ട്. അതിൽ വസ്ത്രമുണ്ട്, പിന്നെ നൂലിന്റെ വസ്ത്രങ്ങളുണ്ട്, രോമത്തിന്റെ വസ്ത്രങ്ങളുണ്ട്, തുകലിന്റെ വസ്ത്രങ്ങളുണ്ട്, പലതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലെ 26-ാമത്തെ ആയത്ത് പറഞ്ഞു, അല്ലയോ ആദമിന്റെ മക്കളെ, നിങ്ങൾക്കിതാ നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു. എന്നാൽ അള്ളാഹു തുണിഷാപ്പ് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ മില്ലുണ്ടാക്കി അതിൽ തുണി ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ടത് വിതരണം ചെയ്യല്ല. അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ദുനിയാവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരീശൻ, തൂവലുകളും നിങ്ങൾക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു. പക്ഷിയുടെ മൃഗങ്ങളും പക്ഷിയുടെ തൂവലുകളും മൃഗത്തിന്റെ തോലുകളും ഉപയോഗിച്ചുകൊണ്ട്, ചിറകൊക്കെ ഉപയോഗിച്ചിട്ട് പലതും ഉപയോഗിച്ച് മനുഷ്യൻ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മറ്റുൽപ്പന്നങ്ങളും. എന്നിട്ടല്ല പറയാൻ വലിബാസു തഖ്വ. അപ്പൊ വസ്ത്രം ഇറക്കി തന്നത് അള്ളാഹുവാണ്. അത് നിങ്ങൾക്ക് ഔറത്ത് മറക്കാനാണ്, നിങ്ങൾക്ക് ശരീരത്തെ സംരക്ഷിക്കാനാണ്. പക്ഷേ തഖ്വയാകുന്ന ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രമാണ് ദാലിക ഖൈറുൻ. ഏറ്റവും നല്ല വസ്ത്രം തഖ്വയുടെ വസ്ത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും നല്ല വസ്ത്രം തഖ്വയാണ്. വസ്ത്രം എന്ന് പറയുന്നത് ഭംഗിക്ക് വേണ്ടിയും അലങ്കാരത്തിന് വേണ്ടിയും എന്നതിലപ്പുറം മനുഷ്യന്റെ ശരീരത്തെ പ്രതികൂലമായ കാലാവസ്ഥകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ്, സുഖമായി ഉറങ്ങാൻ, സുഖമായി ജീവിക്കാൻ. അപ്പൊ അതിന് ഏറ്റവും നല്ല വസ്ത്രം എന്താ? ഏറ്റവും നല്ല വസ്ത്രം തഖ്വയാണ്. ഏറ്റവും നല്ല യാത്രാ സൗകര്യം അത് തഖ്വയാണ്. ഈ രണ്ട് ഖുർആനിന്റെ ഉപമകളിലൂടെ വിശദീകരിക്കാതെ തന്നെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ മുഹമ്മദ് നബിക്ക് മാത്രമല്ല മുമ്പുള്ള സമൂഹങ്ങൾക്കൊക്കെയും ഈ ഒരു നിർദ്ദേശം വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ശക്തമായ ഗൗരവപ്പെട്ട ഉപദേശമെന്നാണ്. മതപരമായി പറഞ്ഞാൽ അത് അള്ളാഹു നൽകിയിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 131-ാമത്തെ ആയത്ത് വലഖദ് വസ്വൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വഇയ്യാകും. നിങ്ങൾക്ക് മുമ്പ്, അതായത് മുഹമ്മദ് നബിന്റെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളോടും നിങ്ങളോടും നമ്മളിതാ തീർച്ചയായും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹ് പറയാൻ മുമ്പുള്ള ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്, നിങ്ങളോടും ഇതാ നമ്മുടെ വസിയ്യത്ത്. അതെന്താ? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. അപ്പൊ ലോകത്തെ എല്ലാ മനുഷ്യർക്കും അള്ളാഹു നൽകിയിട്ടുള്ള സന്ദേശമാണ് തഖ്വ കൈവരിക്കുക. ആ തഖ്വ നേടാനാണ് ഇബാദത്തുകൾ. പ്രത്യേകിച്ച് റമളാനെ കുറിച്ച് അള്ളാഹു എടുത്തു പറഞ്ഞു. ഇനി വിശുദ്ധ ഖുർആനിൽ നൂഹ്, ഹൂദ്, സ്വാലിഹ്, ലൂത്ത്, ശുഐബ് മുൻകാലത്ത് വന്നു പോയിട്ടുള്ള 5 പ്രവാചകന്മാരാണ്. ഈ 5 പ്രവാചകന്മാർ അവരുടെ കാലഘട്ടത്തിൽ ജനങ്ങളോട് പറഞ്ഞ കാര്യം ഒരേ ശൈലിയിൽ, ഒരേ പദപ്രയോഗത്തിൽ അള്ളാഹു ആവർത്തിച്ചത് കാണാം. അവരുടെ സഹോദരനായ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 5 പ്രവാചകന്മാരെയും പരിചയപ്പെടുത്തിയത്. എന്നിട്ട് എന്താ പറയുന്നത്? ഈ ആളുകളൊക്കെ ഇത് ഖാലലഹും, ഈ പറയുന്ന 5 പ്രവാചകന്മാരും അവരുടെ ഗോത്രക്കാരോട്, സമൂഹത്തോട് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ആരോട്? നമ്മളോട് ഓർക്കാൻ. എന്താ അവരൊക്കെ പറഞ്ഞത്? അലാ തത്തഖൂൻ,
നിങ്ങൾ തഖ്വ കൈവരിക്കുന്നില്ലേ, സൂക്ഷിച്ചു ജീവിക്കുന്നില്ലേ? ഇപ്പൊ വിഖായ എന്താണ് അർത്ഥം? തഖ്വ എന്ന വാക്കിൽ നിന്നാണ് വിഖായ എന്നുണ്ടായത്. വിഖായ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ എന്നാണ് അർത്ഥം. എന്താണ് പ്രൊട്ടക്ഷൻ? ദുനിയാവിൽ ഇപ്പൊ പകർച്ചവ്യാധി ഉണ്ടായാൽ അല്ലെങ്കിൽ പകരാതിരിക്കാൻ അതിന് മുൻകൂറായോ അല്ലെങ്കിൽ ആ സാഹചര്യത്തിലോ ഒക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കും. ഇതുപോലെ എല്ലാ അപകടത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നുമൊക്കെ നമ്മെ സംരക്ഷിക്കാനുള്ള മാർഗമാണ് വിഖായ, തഖ്വ എന്ന് പറയുന്നത്. നരകത്തിൽ എത്താതിരിക്കാൻ, തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ട പ്രതിരോധ മാർഗമെന്തോ അതാണ് ഈ വിഖായ, പ്രൊട്ടക്ഷൻ, തഖ്വ എന്ന് പറയുന്നത്. അപ്പൊ ആ മാർഗങ്ങളൊക്കെ പ്രവാചകന്മാരോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പാലിക്കണം. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നരകത്തെ സൂക്ഷിക്കണം എന്ന് ഈ പ്രവാചകന്മാരൊക്കെയും പറഞ്ഞു എന്ന്. ഇവിടെ 5 ആളെ പേര് മാത്രം പറഞ്ഞത് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് കൊണ്ടാണ്. ആദ്യത്തെ ആയത്തിൽ നിന്ന് എല്ലാവരും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടും അത് അള്ളാഹു വസീയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞത് കാണാം. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നൽകിയിട്ടുള്ള ഒരു ഉപദേശം കാണാം. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. ഇത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് മാത്രമുള്ള വസിയത്തല്ല. നീ എവിടെയായിരുന്നാലും, ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. കുടുംബത്തിലായാലും കുടുംബത്തിന് പുറത്തായാലും, ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും, നാട്ടിലാണെങ്കിലും നാട്ടിന് പുറത്താണെങ്കിലും, എവിടെ ഏത് രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും, വെളിച്ചത്താണെങ്കിലും ഇരുട്ടത്താണെങ്കിലും. മനുഷ്യൻ തഖ്വ നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ചില സാഹചര്യത്തിൽ ഉണ്ടാവും, ചില നേരത്തെ മനുഷ്യൻ തഖ്വ ഉണ്ടാവില്ല. കാരണം എന്താ? സാഹചര്യത്തിനനുസരിച്ച് മാറുകയാണ്. എന്നാ നബിന്റെ ഉപദേശം എന്താ? ഹൈസുമാ കുന്ത, ഏതവസ്ഥയിലാണെങ്കിലും, ഏത് സ്ഥലത്താണെങ്കിലും, ഏത് സന്ദർഭത്തിലാണെങ്കിലും, ഏത് കൂട്ടത്തിലാണെങ്കിലും, ഒറ്റക്കാണെങ്കിലും, എവിടെയാണോ അവിടെയൊക്കെ നീ അള്ളാഹിനെ സൂക്ഷിക്കണം. കാരണം അവിടെ ഒക്കെ നമ്മൾ എവിടെ പോകുന്നുവോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ കേൾവി, കാഴ്ച, അറിവ് ഇതുണ്ട്. ഇതില്ലാത്ത ഒരു ഇടവുമില്ല. അപ്പൊ എവിടെ പോയാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു ഉണ്ട്. അവന്റെ കൽപ്പനകൾ പാലിച്ചേ ജീവിക്കാവൂ. അവൻ വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കിയേ ജീവിക്കാവൂ. ഇനി ആരെയാണ് സൂക്ഷിക്കേണ്ടത്? മനുഷ്യരെയാണോ? ആൾക്കൂട്ടത്തെയാണോ? CCTVയെയാണോ? ക്യാമറയെയാണോ? പത്രപ്രവർത്തകരെയാണോ? മീഡിയക്കാരെയാണോ? ആരെയാണ് പേടിക്കേണ്ടത്? ആരെ പേടിച്ചാലാണ് നന്നാവുക? അള്ളാഹുവിനെ പേടിച്ചാലാണ് നന്നാവുക. സൂറത്തുൽ മുദ്ദസ്സിറിലെ 56-ാമത്തെ ആയത്ത്, ഹുവ അഹ്ലുത് തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ, അവൻ അള്ളാഹുവാണ് അഹ്ലുത് തഖ്വ, തഖ്വയുടെ ആള് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത പുലർത്തേണ്ട അതിനർഹൻ ആരാണോ അത് അവനാണ്, അള്ളാഹുവാണ്. പേടിച്ച് ജീവിക്കേണ്ടത്, സൂക്ഷിച്ച് ജീവിക്കേണ്ടത്, തഖ്വ പുലർത്തേണ്ടത് അതിന്റെ അഹ്ല്, അതിന്റെ ആള് അത് അള്ളാഹു ആകുന്നു. വ അഹ്ലുൽ മഗ്ഫിറ, പാപം പൊറുക്കുക എന്നതിന്റെ ആളും അള്ളാഹുവാണ്. തങ്ങൾ പാപ്പയോ വലിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ബദരീങ്ങളോ ഇവരാരും പാവം പുറത്തു തരൂല. അവരോടല്ല പൊറുക്കലിനെ ചോദിക്കേണ്ടത്. അപ്പൊ തഖ്വ പുലർത്തപ്പെടാൻ അർഹൻ അള്ളാഹുവാണ്. അള്ളാഹിനെ പേടിച്ച് ജീവിച്ചോ. ആ അള്ളാഹു തന്നെയാണ് പാപം പുറത്തു തരാനും അർഹൻ. അപ്പൊ അതുകൊണ്ട് പാപം ചെയ്തു പോയാൽ അവനോട് ചോദിച്ചോ. അതാണ് രണ്ടിന്റെയും അഹ്ല് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അവന്റെ കൽപ്പനകൾ പാലിക്കുക, അവൻ വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരുപാട് പണ്ഡിതന്മാർ പലതരത്തിലുള്ള വിശദീകരണങ്ങളും പറഞ്ഞതായി കാണാം. അതൊക്കെ ഉണ്ട്. പക്ഷേ വളരെ ലളിതമായി നമുക്ക് ആ കാര്യം മനസ്സിലാക്കാവുന്നത് ഇതാണ്: കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക, അതാണ് തഖ്വ. ഇതൊരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടതാണ്. അതിനാണ് ദീനുൽ ഇസ്ലാം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം: അൽ ഖൗഫു മിനൽ ജലീലി വൽ അമലു ബിത്തൻസീലി വറിളാ ബിൽ ഖലീലി വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. എന്താണ്? മഹാനെ കുറിച്ച്. ആരാണ് ജലീൽ? മഹാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പേടിക്കുക, ഭയപ്പെടുക. അൽ അമലു ബിത്തൻസീൽ, അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. ഖുർആൻ അള്ളാഹുവിന്റെ അവതരണമാണ്, സുന്നത്തും അള്ളാഹുവിന്റെ അവതരണമാണ്. അപ്പൊ ഖുർആനും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുക. അർറിളാ ബിൽ ഖലീൽ, ദുനിയാവിലെമ്പാടും വിഭവമുണ്ട്, അതെല്ലാം കൂടി പിടിച്ചുകൂട്ടി പത്തായത്തിൽ വെച്ച് അതിന്റെ മേലെ കയറി കിടക്കാൻ നീ കൊതിക്കേണ്ടതില്ല. പിന്നെന്താ? അർറിളാ ബിൽ ഖലീൽ, കുറച്ച് കിട്ടിയാൽ തൃപ്തിപ്പെടുക. വൽ ഇസ്തിദാദു ലിയൗമിർ റഹീൽ, നാളെ ഒരു യാത്രയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു യാത്രയുണ്ട്. ആ യാത്ര എങ്ങോട്ടാ? നേരത്തെ പറഞ്ഞ മടക്കസ്ഥാനത്തേക്കാണ്. ആ യാത്രയുടെ ദിവസത്തേക്ക് വേണ്ടി, നീ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന ദിവസത്തിന് വേണ്ടി നീ തയ്യാറെടുക്കുക. അപ്പോ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹു അവതരിപ്പിച്ച ഖുർആനും സുന്നത്തും അനുസരിച്ച് അമല് ചെയ്ത് ഭൂമിയിലുള്ള കുറച്ച് വിഭവങ്ങളിൽ മാത്രം തൃപ്തിപ്പെട്ട് നാളെ പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ട കാര്യങ്ങളെന്തോ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി ജീവിക്കുക. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകത്തിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാം ഉമർ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല, അദ്ദേഹം പറഞ്ഞതായി കാണാം: നോമ്പ് നോൽക്കുകയോ നമസ്കരിക്കുകയോ രണ്ടും ഇടകലർത്തി ചെയ്യുകയോ ഇതൊന്നുമല്ല തഖ്വ. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല തഖ്വ, മറിച്ച് വലാകിൻ തഖ്വല്ലാഹ്, എന്നാൽ തഖ്വ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയാൻ കാരണം എന്താ? നോമ്പൊറ്റ തഖ്വ ആവൂലെന്നല്ല, നിസ്കരിച്ചാൽ തഖ്വയാവൂലെന്നല്ല. അതെല്ലാവർക്കും പറ്റുന്ന പണിയാ. പക്ഷേ എല്ലാവർക്കും പറ്റാത്തൊരു പണിയുണ്ട്. അതെന്താ? അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കൽ. ഏത് കള്ളുകൂടിയാലും നമസ്കരിക്കാം, ഏത് കള്ളുകൂടിയാലും നോമ്പ് നോൽക്കുന്നു. റമളാൻ മാസത്തിൽ എല്ലാവരും നന്നാവും.
പക്ഷേ അതെല്ലാവർക്കും പറ്റിയ പണിയാ. നിസ്കരിക്കല്, നോമ്പ് വിൽക്കല്, സക്കാത്ത് കൊടുക്കല്, അങ്ങനത്തെ പണിയൊക്കെ. പക്ഷേ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് ശരിയായ വിശ്വാസിക്ക് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് നോമ്പും നിസ്കാരം മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല. മറിച്ച് തഖ്വ എന്ന് പറഞ്ഞാൽ ആദ്യം പറയണ എന്താ? തർക്കു മാ ഹറമല്ലാഹ്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് തഖ്വ. വ അദാഉ മഫ്തറലല്ലാഹ്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പൊ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്തത് കൊണ്ട് തഖ്വ പൂർണ്ണാവില്ല. അതിനേക്കാൾ ഏറെ സൂക്ഷിക്കേണ്ടത് തിന്മകൾ പാടേ വെടിയുക എന്നതാണ്. അപ്പൊ ഇതും പഠിപ്പിക്കുന്നത് എന്താ? ശരിയായ വിശ്വാസിയായി അള്ളാഹു റസൂൽ പറഞ്ഞ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും വിലക്കുകൾ ഉപേക്ഷിച്ചുകൊണ്ടും ജീവിക്കലാണ് തഖ്വ. അപ്പൊ അത്രേ അത് വിശദീകരിക്കുന്നുള്ളൂ. ഈ ഒരു തഖ്വ ഉണ്ടാകാനാണ് എല്ലാ ഇബാദത്തും. പ്രത്യേകിച്ച് ഖുർആൻ നോമ്പ് നോൽക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ പുലർത്തുന്നവരാകുന്നതിന് വേണ്ടിയാണ്. അവിടെ ആയേക്കാം, തഖ്വയുള്ളവരായേക്കാം എന്നൊക്കെ ചില ആളുകൾ അർത്ഥം പറയും. ഖുർആനിൽ ഒരിടത്തും ഇങ്ങനെ ഇത്തരം പ്രയോഗങ്ങളിൽ ലഅല്ല ഉപയോഗിച്ചെടുത്ത് ആയേക്കാം എന്നൊരർത്ഥം ശരിയല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ട്, മറിച്ച് ആകാൻ വേണ്ടി നോമ്പ് നോറ്റാൽ തഖ്വ കിട്ടിയേക്കാം എന്നല്ല, നോമ്പ് നോറ്റാൽ തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. അതതിന്റെ കാരണമാണ്. അപ്പൊ ആ കാരണം നടപ്പിലാകണം. അതെന്താണ്? ഉണ്ടാകണം. അത് തഖ്വ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ നോമ്പ് നോറ്റ് തഖ്വ നേടണം. അത് നേടിയോ എങ്കിൽ അവന്റെ നോമ്പ് ശരിയാണ്. ഇനി അങ്ങനെ തഖ്വ കൈവരിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും എമ്പാടും ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കാതെ ആയത്തുകൾ മാത്രം ഓതിപ്പോവുകയാണ്. ദുനിയാവിൽ കിട്ടാവുന്ന 10 കാര്യങ്ങൾ തഖ്വ കൊണ്ട്, പരലോകത്ത് മാത്രമല്ല ദുനിയാവിൽ ഉണ്ടാകുന്ന 10 കാര്യങ്ങൾ, അതൊക്കെ ഒരു മുസ്ലിമിനും എന്ന് മാത്രമല്ല ഒരു മനുഷ്യർക്ക് ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഒന്ന്, ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് വിലക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഫുർഖാൻ തരും. ഫുർഖാൻ തരും. ഖുർആന് ഉള്ള മറ്റൊരു പേരാണ് ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്നത്. ബദർ യുദ്ധത്തെക്കുറിച്ചും യൗമൽ തഖൽ ജംആനി യൗമൽ ഫുർഖാൻ, ഫുർഖാന്റെ ദിവസം, ബദർ യുദ്ധം നടന്ന ദിവസത്തെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചതാണ്. കാരണം എന്താ? ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആദ്യത്തെ യുദ്ധമാണ്. അവിടെ ശത്രുക്കൾ എമ്പാടും ആളുകൾ എണ്ണമുണ്ട്, സായുധ ശക്തിയുണ്ട്, വാഹനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ ഹിജറ പോകുന്ന ഒന്നുമില്ലാത്ത ദരിദ്രന്മാരായ ആളുകളും മദീനയിലെ കുറച്ച് ആളുകളും കൂടി അതിന്റെ 1/3 ആളുകൾ, വാഹനങ്ങൾ വളരെ കുറവ്, ആയുധങ്ങളില്ല, യുദ്ധം ഉദ്ദേശിച്ച് വന്നതല്ല, മറ്റവർ യുദ്ധം ഉദ്ദേശിച്ച് വന്നതാണ്. അന്ന് സത്യവും അസത്യവും വേർതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ന്യൂനപക്ഷം, നിരായുധരായ ന്യൂനപക്ഷത്തിന് അള്ളാഹു വിജയം കൊടുത്തു. അതുകൊണ്ട് തന്നെ യൗമൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച ദിവസം എന്ന് അള്ളാഹു പറഞ്ഞു. ആ സത്യവും അസത്യവും വേർതിരിക്കാനുള്ള കഴിവ് അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ ആ തഖ്വയുള്ള ആളുകൾക്ക് അള്ളാഹു നൽകും. ഇത് അള്ളാന്റെ ഓഫറാണ്. യജ്അൽ ലക്കും ഫുർഖാന, തഖ്വയുള്ളവർക്ക് അള്ളാഹു ഫുർഖാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എവിടെയും ഒരു ആശങ്കക്കും വകുപ്പുണ്ടാവുകയില്ല. ഏതാണ് ശരിയായ വഴി എന്ന് കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി എല്ലാ ഫിത്നകളിൽ നിന്നും, എല്ലാ ഫസാദുകളിൽ നിന്നും, എല്ലാ വഴികേടുകളിൽ നിന്നും, എല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്നും, എല്ലാ നശിപ്പിക്കുന്ന ആളുകളിൽ നിന്നും, അത്തരം ചിന്തകളിൽ നിന്നും വഴികളിൽ നിന്നൊക്കെ മാറി ഹക്കിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു തിരിച്ചറിവ് അള്ളാഹു നൽകുമെന്നതാണ്. ഇതിനേക്കാൾ വലിയ നേട്ടം ദുനിയാവ് കിട്ടാനുണ്ടോ? രണ്ടാമത്തേത് സൂറത്തുൽ ഹദീദിലെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൽ റസൂലുമുള്ള വിശ്വാസവും തഖ്വയും ചേർത്ത് പറഞ്ഞത് കാണാം. യുതിക്കും കിഫ്ലൈനി മിർ റഹ്മതിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് 2 മടങ്ങ് നിങ്ങൾക്ക് നൽകും. ഒന്നല്ല, 2 മടങ്ങ്. ഒരാൾക്ക് കിട്ടാവുന്നതിന്റെ ഇരട്ടി തഖ്വയുള്ള ആളുകൾക്ക് കൊടുക്കും. അത് വലിയൊരു കാര്യമാണ്. ദുനിയാവിൽ അള്ളാഹിന് റഹ്മത്ത് ഉണ്ടാകണം. ഇത് ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും റഹ്മത്ത് കിട്ടണം. അവിടെയും തഖ്വന്റെ ഉപകാരമുണ്ട്. പിന്നെ വയജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് നടന്നു പോകാനുള്ള വെളിച്ചം അള്ളാഹു തരും. ഇവിടെ എന്താ വെളിച്ചം? ലൈറ്റ് കത്തിച്ചിരുന്നാണോ? LED ബൾബ് കത്തിക്കുന്നതാണോ? അല്ല. അതിനല്ലാഹു പകലിൽ സൂര്യൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, രാത്രിയിൽ ചന്ദ്രൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ നക്ഷത്രങ്ങൾ, വേറെ വഴികളൊക്കെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട് യാത്ര ചെയ്യാൻ. അവൻ ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത പകലിലും ഇരുട്ടിലും നടക്കാൻ ആവശ്യമായ ഒരു വെളിച്ചം വേണം. ആ വെളിച്ചം അതാ ഖുർആനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. യജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, ഏതിരുട്ടിലും ഏത് വഴികേടിലും നിങ്ങൾക്ക് വെളിച്ചം കണ്ട് നടക്കാൻ ഒരു നൂറ്, ഒരു പ്രകാശം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഹൃദയത്തിൽ ഉണ്ടാകേണ്ട, മനസ്സിലുണ്ടാകേണ്ടുന്ന ഒരു പ്രകാശം നിങ്ങൾക്ക് അള്ളാഹു നൽകും. ആ പ്രകാശം അപ്പോൾ ടോർച്ചടിച്ചു പോകുന്നത് പോലെ അള്ളാഹു നൽകിയ ഈ പ്രകാശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വഴികേടുകളെയും തിരിച്ചറിഞ്ഞ് ഹക്കിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകും, എന്തുണ്ടെങ്കിൽ തഖ്വയുണ്ടെങ്കിൽ. നാലാമത്തേത് വത്തഖുല്ലാഹ ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി. അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ആ നന്ദിയുള്ളവരാകാനുള്ള വഴി എന്താണ്? അങ്ങനെ ആവുക എന്ന നേട്ടം ലഭിക്കണമെങ്കിൽ ഫത്തഖുല്ലാഹ്,
അള്ളാഹിനെ സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരുത്തൻ തന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ സാധിക്കും. ആ നന്ദി കാണിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു തിരിച്ചിങ്ങോട്ട് നന്ദി കാണിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ഷാക്കിറാണ്, ഷക്കൂറാണ് എന്നൊക്കെ പറഞ്ഞത്. അള്ളാഹു അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്. അള്ളാഹുവിന് നന്ദി എന്ന് പറഞ്ഞാൽ ശുക്രിയ, താങ്ക് യു, നന്ദി എന്ന് പറയലല്ല, മറിച്ച് എന്താണ്, നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകുക എന്നതാണ്. അപ്പൊ ആ ശുക്രിന് നമ്മൾ അർഹരമാകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവരാകണം. ആ നന്ദി കാണിക്കുന്നവരാകാനുള്ള വഴി എന്താ? ഫത്തഖുള്ള, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അഞ്ചാമത്തേത്, ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴി വേണം. അപ്പോഴാണ് ചില ആളുകൾ കയറെടുക്കുന്നത്, ചില ആളുകൾ വെള്ളത്തിൽ ചാടുന്നത്, ചില ആളുകൾ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ചാകുന്നത്. അത് മഖ്റജല്ല. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികമായ സംഘർഷവും ഇല്ലാതെ, ഇനി ഉണ്ടായാൽ തന്നെ അതിൽ നിന്നെല്ലാം ഒരു പുറത്തു കടക്കാനുള്ള വഴിയിലൂടെ പ്രയാസത്തിൽ നിന്ന് തുറസ്സിലേക്ക് രക്ഷപ്പെടാൻ അള്ളാഹു ഒരു വഴിയൊരുക്കും. വിശുദ്ധ ഖുർആനിലെ 12 ആയത്ത് മാത്രമുള്ള ഒരു അധ്യായമാണ് സൂറത്ത് തലാഖ്, വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയുന്നത്. ആ നിയമങ്ങൾ പറയുന്നിടത്ത് അള്ളാഹു 2-3 കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് ഈ വിവാഹമോചനത്തെ കുറിച്ച് പറയുന്നിടത്ത് തഖ്വനെ കൊണ്ട് ഫിറ്റ് ചെയ്തത്? മനുഷ്യൻ എല്ലാ നിയമങ്ങളും തെറ്റിക്കുന്ന ഒരു മേഖലയാണ് വിവാഹവും വിവാഹമോചനവും. വ്യാപകമായി പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെ. ഇസ്ലാം പറഞ്ഞിട്ടുള്ള നിയമം അനുസരിച്ചല്ല തലാഖ് ചെയ്യുന്നത്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല. ഭാര്യയെ എവിടെ നിർത്തണം, ഇദ്ദ എങ്ങനെ ആചരിക്കണം, ഇദ്ദാകാലത്ത് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പാലിക്കാതെ കെട്ടും പാണ്ടും എടുത്ത് ഒന്നുകിൽ പെണ്ണ് പോകും, അല്ലെങ്കിൽ നീ പോയിക്കോ, ഞാൻ തലാഖിലിരിക്കുന്നു പറഞ്ഞയക്കും. ഇതൊക്കെ ഇസ്ലാം പറഞ്ഞ നിയമത്തിനെതിരാണ്. അതുപോലെ മുത്തലാഖ് എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത ഒറ്റയടിക്ക് 3 ചെല്ലുക എന്ന് പറയുന്നത്, ചടങ്ങ് നിൽക്കുക എന്ന് പറയുന്ന അള്ളാഹുവിനെ പറ്റിക്കുന്ന ഏർപ്പാട്, ഇങ്ങനെ എന്തെല്ലാം ഹറാമായ കടുത്ത പാപങ്ങൾ തലാഖുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ ചെയ്യുന്നു. എന്നാൽ അവിടെ അള്ളാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ തലാഖിന്റെ നിയമം പറയുന്നിടത്താണ് വമൻ യത്തഖില്ലാഹ, അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ, അതിർവരമ്പുകൾ എന്ന് അള്ളാഹു 2-3 കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഒന്ന് വിവാഹമോചനത്തിന്റെ നിയമമാണ്. അപ്പൊ ഈ അതിർവരമ്പൊക്കെ പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ, അങ്ങനെ മുത്തഖിയായാൽ യജഅൽ ലഹു മഖ്റജ, അവൻ അള്ളാഹു തുറസ്സുണ്ടാക്കി കൊടുക്കും. ഇപ്പൊ നിങ്ങള് വലിയ മാളിലൊക്കെ പോയാൽ എക്സിറ്റ് എന്ന് കാണാം. നമ്മുടെ നാട്ടിൽ പോലും മഖ്റജ് എന്ന അറബി വാക്ക് എഴുതിച്ചിട്ടുണ്ട്. വിദേശത്ത് പോയാലും രണ്ടും കാണാം. നമ്മുടെ നാട്ടിലുണ്ട്. എന്താ മഖ്റജ് എന്നാൽ എക്സിറ്റ്, പുറത്ത് കിടക്കാനുള്ള വഴി. ഇപ്പൊ ഒരു ബിൽഡിംഗ് കയറിയാൽ തീപിടുത്തുണ്ടായാൽ രക്ഷപ്പെടാൻ ഒരു എമർജൻസി എക്സിറ്റ് വേണം, മഖ്റജ് തവാരി. അപ്പൊ ആ മഖ്റജ്, വിഷമാവസ്ഥയിൽ രക്ഷപ്പെടാനുള്ള എക്സിറ്റ്, പുറത്ത് കിടക്കാനുള്ള വഴി. വിവാഹം മോചനം നടത്തുന്നത് ജീവിതത്തിൽ കുറെ പ്രയാസം ഉണ്ടാകുമ്പോഴാണ്. ആ നിയമങ്ങൾ തെറ്റിക്കുന്നത് ദുനിയാവിൽ ഉണ്ടാകുന്ന പ്രയാസം രക്ഷപ്പെടാൻ. എന്നാൽ അള്ളാഹ് പറയാൻ, അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് വിവാഹം കഴിച്ചോ, അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് ആവശ്യമായി വന്നാൽ തലാഖ് നടത്തിക്കോ. അവിടെ അള്ളാഹിന്റെ നിയമം ലംഘിക്കരുത്. നിയമം ലംഘിച്ചാൽ നിനക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടിയേക്കാം. പക്ഷെ ആ താൽക്കാലിക ആശ്വാസത്തെക്കാൾ സ്ഥിരമായ ആശ്വാസം, മഖ്റജ്, തുറസ് അള്ളാഹു തരിക അള്ളാഹുവിന്റെ നിയമം ലംഘിക്കുമ്പോഴല്ല, അള്ളാഹുവിന്റെ നിയമം പാലിച്ചുകൊണ്ട് തഖ്വ പുലർത്തുമ്പോഴാകുന്നു. അപ്പൊ ജീവിതത്തിൽ ഇത് വിവാഹമോചനത്തെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഏത് പ്രശ്നത്തിലും നമുക്കൊരു എക്സിറ്റ് കിട്ടണം. പുറത്ത് കിടക്കാൻ നമ്മൾ പറയും തുറവി കിട്ടുക, തുറസ് കിട്ടുക. ആ തുറസ് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമം ലംഘിക്കലല്ല, അള്ളാഹു നിയമം പാലിക്കലാണ്. പിന്നെയോ യർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്, നമ്മൾ വിചാരിക്കാത്ത നിലക്ക് അള്ളാഹു റിസ്ക് നൽകും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, നമുക്ക് ആവശ്യമായ വിഭവങ്ങളാണ്. നമ്മള് അള്ളാഹുവിന്റെ നിയമം ലംഘിക്കുന്നത് എന്തുകൊണ്ടാ? റിസ്ക് കിട്ടാൻ അള്ളാഹ് നിയമം ലംഘിക്കുന്നു. ഇപ്പൊ ബാങ്ക് കേൾക്കുന്നു, പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, അതിന്റെ തൊട്ടടുത്ത കടക്കാരൻ, തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, വേറെന്തെങ്കിലും ശോയലുണ്ടാവും, കച്ചവടക്കാരന് കച്ചവടം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇവൻ കട പൂട്ടി പള്ളിയിൽ പോവില്ല, ജമാഅത്ത് പങ്കെടുക്കൂല. കാരണം എന്താ? കച്ചവടം കുറയും, അപ്പൊ ലാഭം കുറയും. ഇനി പള്ളിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് തന്നെയായിരിക്കും, നടുവിൽ പള്ളി അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പള്ളി, ചുറ്റുവട്ടം ഷോപ്പിംഗ് കോംപ്ലക്സ്. അതിൽ വാടകയ്ക്ക് കച്ചവടം നടത്തുന്ന ഒരു മുസ്ലിം ബാങ്ക് കൊടുത്ത് പള്ളിയിൽ ജമാഅത്ത് ഇറക്കുമ്പോ അവൻ പൂട്ടൂല. അതെന്താ കാര്യം? പൂട്ടിയാൽ അപ്പാരെങ്കിലും വന്നാലോ? അയാള് പള്ളിയിൽ പോയിണ്ടോ, ഇനി അതുകൊണ്ട് ഈ സമയത്ത് അയാളെ കടയിൽ പോയിട്ട് കാര്യമില്ല, അപ്പൊ അവൻ വരൂല. ഓന്റെ കച്ചവടം കിട്ടാൻ വേണ്ടി ഇപ്പം പള്ളിയിൽ ജമാഅത്ത് പങ്കെടുക്കാതെ നിൽക്കുകയാണ്. അതെന്തിനാ? പള്ളിയിൽ പോകാതെ കച്ചവടം നടത്തിയാലാണ് റിസ്ക് കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹ് പറയാൻ, അള്ളാഹിന്റെ നിയമം പാലിച്ചോ, പൂട്ടിയിട്ടോ പൂട്ടാതെയോ ഷട്ടർ താഴ്ത്താതെയോ പള്ളിയിൽ പോയി ജമാഅത്ത് പങ്കെടുക്ക്. വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, നീ കണക്ക് കൂട്ടാത്ത, മനുഷ്യൻ കണക്ക് കൂട്ടാത്ത നിലക്ക് അള്ളാഹു റിസ്ക് നൽകും. പീടികയില്, കടയില് ഹറാമായ സാധനങ്ങൾ കൊണ്ടുപോയിക്കും. ആളുകൾ പൂജക്കും മറ്റും ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ക്രിസ്മസിന്റെ സ്റ്റാർ, അതുപോലെ തന്നെ മറ്റു മതക്കാരുടെ ദൈവങ്ങൾ, വിഗ്രഹങ്ങൾ, ഇതൊക്കെ കടയിൽ കൊണ്ടുവച്ചൊരു ഫാൻസി കടയിലും മറ്റു കടയിലും കൊണ്ടുപോയി വിൽക്കുന്ന എത്ര അത്യവിശ്വാസികൾ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പടക്കം കൊണ്ടുപോയി വെക്കുന്നു, സിഗരറ്റ് കൊണ്ടുപോയി വെക്കുന്നു, ബീഡി കൊണ്ടുപോയി വെക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാ? ഒരുത്തം ബീഡിക്ക് വന്നാൽ ബീഡിന്റെ കൂടെ തീപ്പെട്ടി വാങ്ങും, തീപ്പെട്ടിന്റെ കൂടെ 2 ബിസ്ക്കറ്റ് വാങ്ങും, വേറെന്തൊന്നും കണ്ടാൽ അതും വാങ്ങും.
അപ്പൊ ഒരു ബീഡിക്ക് ലാഭമല്ലെങ്കിലും മറ്റേന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടും, ഇത് വിചാരിച്ചിട്ട് ഹറാമ് ചെയ്യുന്നു. എന്നാ അള്ള പറയാൻ ഹലാലായത് വിറ്റോ, ഹറാമായത് വിൽക്കണ്ട. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹിന്റെ നിയമം ലംഘിച്ചാൽ റിസ്ക് കിട്ടുമെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നീ മഫനാണ്, പൊട്ടനാണ്. കാരണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ റിസ്ക് അള്ള തരും. അപ്പോ ആരെ സൂക്ഷിക്കണം, ആരെ നിയമം പാലിക്കണം? അള്ളാഹിനെ സൂക്ഷിക്കണം. സൂറത്തുൽ തലാഖ് 4-ാമത്തെ ആയത്ത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. കല്യാണം കഴിക്കുമ്പോൾ തലാഖ് ചെല്ലുമ്പോ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു എളുപ്പമുണ്ടാക്കി തരും. പക്ഷെ എളുപ്പം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന്റെ നിയമം ലംഘിച്ചാൽ അല്ല എളുപ്പമുണ്ടാവുക. ജീവിതവും വിവാഹ ജീവിതവും കുടുംബജീവിതവും എളുപ്പമാവുക അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന്റെ നിയമങ്ങൾ പാലിച്ചാലാണ്. അപ്പൊ അതൊക്കെ ഇവിടെ മാത്രം പരിമിതപ്പെടുത്തണ്ട. ഏത് വിഷയം എടുത്തു നോക്കിയാലും അവിടെ നമുക്ക് ഖൈർ കിട്ടണമെങ്കിൽ, എളുപ്പമുണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കണം, തഖ്വ പുലർത്തണം. സൂറത്തുൽ അറാഫ് 96-ാമത്തെ ആയത്ത് ഒരു ഗ്രാമക്കാരെ കുറിച്ച് അള്ളാഹ് പറയാൻ, ആ ഗ്രാമക്കാരായ ആളുകൾ വിശ്വസിക്കുകയും തഖ്വ പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിച്ച് വിശ്വാസികളായി ജീവിച്ചിരുന്നെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ബറക്കാത്തുകളെ, നേമത്തുകളെ, അനുഗ്രഹങ്ങളെ അവർക്കുമേൽ നാം തുറന്നു വിടുമായിരുന്നു. പൂട്ടില്ലാതെ, വാതിലടക്കാതെ തുറന്നു വിട്ടുകൊടുക്കും. അണക്കെട്ടൊക്കെ തുറന്നു വിടുന്ന പോലെ അള്ളാഹു തുറന്നു വിട്ടുകൊടുക്കും. ഫതഹ്നാ അലൈഹിം, തുറന്നു വിടുമായിരുന്നു. ഇവിടുന്ന് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും. അതിലപ്പുറം വല്ല നിയമത്തും കിട്ടാണ്ടോ, ബർക്കത്ത് കിട്ടാണ്ടോ? എന്താ ചെയ്യേണ്ടത്? തഖ്വ പുലർത്താണ് അള്ളാഹു പറയുന്നത്. 8-ാമത്തെ കാര്യം, വൈനല്ലാഹി യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹുവിന്റെ ഇഷ്ടം വേണം, ജനങ്ങളുടെ ഇഷ്ടമല്ല. അതിനേക്കാൾ വലുത് അള്ളാഹിന്റെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടണമെങ്കിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ജീവിച്ച് മുത്തഖിയായി ജീവിക്കണം. പിന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണന ഉണ്ടാകണം. അള്ളാഹുവിന്റെ കാഴ്ച, കേൾവി, അറിവ് കൊണ്ടുള്ള പ്രത്യേകമായ സംരക്ഷണം എല്ലാവർക്കും കിട്ടുന്നതിനപ്പുറം വിശ്വാസികൾക്കുണ്ടാകും. അതിനാണ് മഅയ്യത്തുള്ള എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് വയലമു, മനുഷ്യന്മാരെ മനസ്സിലായിക്കോളി, അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖികൾക്കൊപ്പമാണ്. എന്ന് ഇവിടുത്തെ മുസ്ലിം അല്ലാത്ത ആളുകളെ ആരും കാണുകയോ കേൾക്കുകയോ പിന്നെ അവരുടെ പ്രാർത്ഥന സ്വീകരിക്കുകയോ ഇല്ല എന്നുണ്ടോ? ഇല്ല. ഒരു കാഫിറായ മുശ്രിക്കായ ഒരുത്തൻ നിർബന്ധിത സാഹചര്യത്തിൽ വിളിച്ചാൽ അവന്റെ പ്രാർത്ഥനക്കും അള്ളാഹു ഉത്തരം കൊടുക്കും, അവന്റെ പ്രയാസം നീക്കിക്കൊടുക്കും. ഖുർആൻ പറഞ്ഞതാ. അപ്പോ പ്രാർത്ഥന അവരുടേതും സ്വീകരിക്കും, മുസ്ലിക്കിന്റെയും സ്വീകരിക്കും, ചിലപ്പോ വിശ്വാസികളുടെയും ചിലപ്പോൾ സ്വീകരിക്കും. പക്ഷേ ഇവിടെ അള്ളാഹ് പറയാൻ മുത്തഖികളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നാണ്. നമ്മുടെ കൂടെ അങ്ങനെ സെക്യൂരിറ്റി നടക്കുന്നല്ല. അള്ളാഹുവിന്റെ സെക്യൂരിറ്റി അവന്റെ കാഴ്ച, അവന്റെ കേൾവി, അവന്റെ അറിവാണ്. ഇതിന്റെ ഒരു പ്രത്യേകമായ സാന്നിധ്യം, റഹ്മത്ത് നമുക്ക് ലഭിക്കും എന്നതാണ്. 10-ാമത്തേത് വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ വിജയം വരിക്കാൻ വേണ്ടി. വിജയം ദുനിയാവിലുണ്ടാകണം, ആഖിറത്തിൽ ഉണ്ടാകണം. അതിനെന്ത് വേണം? അതിനും തഖ്വ വേണം. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ഇവിടെ പറഞ്ഞ 10 കാര്യങ്ങളിൽ 2 ഒഴിച്ച് ബാക്കി 8 ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ 8 പുറമെ വേറെ 8 കാര്യങ്ങൾ പരലോകവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറഞ്ഞത് കാണാം. അപ്പൊ 10 ദുനിയാവിലും അതിൽപ്പെട്ട 8 അല്ലാത്ത 8 16 പറയാം. 16ഉം 10ഉം 26 കാര്യങ്ങൾ ദുനിയാവിലും ആഖിറത്തിലുമായി അള്ളാഹു തഖ്വ. ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങള്. അതിലൊന്ന് എന്താണ്? പരലോകവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള, നേരത്തെ പറഞ്ഞതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ. പരലോകത്ത് എല്ലാ മനുഷ്യന്മാരെയും അള്ളാഹു കൊണ്ടുവരും. പക്ഷേ 2 കൂട്ടരും 2 കോലത്തിലാണ്. പാപികളായ ആളുകളെ അള്ളാഹു പരലോകത്ത് കബറിന്നൊക്കെ എണീപ്പിച്ചിട്ട്, കബർ തന്നെ ആയിക്കൊള്ളുന്നില്ല, ഭൂമിയിൽ എവിടെയാണോ കിടക്കുന്നത് അവിടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അവനെ പഴയതുപോലെ ജീവിപ്പിച്ച് അവനെ അള്ളാഹു പരലോകത്തേക്ക് കൊണ്ടുവരും. വിളിക്കാൻ ഒരാളുണ്ടാവും. ആ വിളി കേട്ട് എല്ലാവരും അങ്ങോട്ട് ഓടും. ആരും ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇല്ലാന്നോ പറയാൻ കഴിയില്ല. എവിടെയാണോ വിളി കേൾക്കുന്നത് ആ വിളി കേൾക്കുന്നിടത്തേക്ക് അവൻ വരണം. അതങ്ങോട്ടാ മഹ്ശറിലേക്കാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുജ്രിമീങ്ങൾ, പാപികളായ ആളുകളെ കുറിച്ച് പറഞ്ഞു. അവരെ നാം നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുക. വിർദൻ, ദാഹിക്കുന്നവരാണ്. ഇങ്ങനെ ദാഹിച്ചിട്ട് ഒരു ഉള്ളി വെള്ളം കിട്ടാനല്ല, ദാഹിക്കുന്നു, അങ്ങനെ തൊണ്ട വരളുന്നു, നാവണങ്ങുന്നു, അണ്ണാക്ക് വറ്റുന്നു, അങ്ങനെ ദാഹിച്ച് ദാഹാർത്ഥരായി ഇവരെ നാം പരലോകത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ അതിന്റെ മുമ്പത്തെ ആയത്തുണ്ട്, സൂറത്ത് മറിയം, വനസൂഖു യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മുത്തഖികളായ ആളുകളെ നാം ഒരുമിച്ച് കൂട്ടും. ആരിലേക്ക്? ഇലർ റഹ്മാൻ, അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടുമെന്ന് പറയില്ല. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് റഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹുവിലേക്ക്, ആ കാരുണ്യവാനിലേക്ക് നാം മുത്തഖികൾ ഒരുമിച്ച് കൂട്ടും. എങ്ങനെ? വഫ്ദൻ. വഫ്ദ് എന്ന് പറഞ്ഞാൽ നിവേദക സംഘം, ഗസ്റ്റ്, അതുപോലെ തന്നെ അതിഥികൾ, രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്ന പ്രതിനിധികൾ, ഡെലിഗേറ്റ്സ്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വഫ്ദ്. അപ്പോ അള്ളാഹുവിന്റെ അതിഥികളായി, നിവേദക സംഘങ്ങളായി, ദൗത്യ സംഘങ്ങളായി. കാരണം എന്താ? അവർക്കൊരു ആദരവുണ്ടാവും. അങ്ങനെ ആ നിലക്കാണ് അവരെ പരലോകത്ത് നാം ഒരുമിച്ച് കൂട്ടുക. മറ്റേ കൂട്ടരോ ദാഹിച്ച് തൊണ്ട പറ്റിയിട്ട്. അപ്പൊ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോൾ തന്നെ മുത്തഖികളും അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഏത് കൂട്ടത്തിൽ പെടണം? ദാഹിച്ച് വലഞ്ഞു ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ പെടണോ? അതല്ല രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അതിഥികളായി ചെല്ലുന്ന കൂട്ടത്തിൽ പെടണോ? നമ്മളാണ് ആലോചിക്കേണ്ടത്. 8
9 കാര്യങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പാപങ്ങളെ അള്ളാഹു മായ്ച്ചു കളയും. പൊറുക്കുന്നല്ല, പൊറുക്കൽ വേർ പറയുന്നുണ്ട്, മായ്ച്ചു കളയും. പിന്നെ വയുളിം ലഹു അജറ, വമ്പിച്ച പ്രതിഫലം തരും. പാപം പൊറുക്കലും മായ്ക്കലും വേറെയാണ്. ഒരു ഹദീസ് കാണാൻ പരലോകത്ത് അവസാനം വരുന്ന ഒരാളോട് അള്ളാഹു ഇങ്ങനെ വല്ലത് ഓർത്തോക്കൊന്നൊന്നുമില്ല, ലായലായെന്നുണ്ട്, വേറൊന്നുമില്ല. അപ്പൊ അവസാനം നീ ഇത് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ എന്ന് പറയുമ്പോ അയാൾ എന്നെ പറയാണ്, ഞാൻ ചെയ്ത പലതിൽ കാണില്ലല്ലോ പഠിച്ചോനെ അള്ളാഹുവെ. ഏത് ദുനിയാവിൽ ഞാൻ ചെയ്ത പല തിന്മകളും ഇവിടെ കാണുന്നില്ലല്ലോ, ലിസ്റ്റ് കാണില്ലല്ലോ, എനിക്ക് കിട്ടിയ ഫയലില്ല എന്ന് അയാള് ബേജാറാകാൻ. ഇനി അതിന്റെ ശിക്ഷ വേറെ അനുഭവിക്കേണ്ടി വരുമോ? എന്താ കാണാത്തത്? അള്ളാഹു പുറത്തു കൊടുത്തെന്ന് മാത്രം അള്ളാഹു മായ്ച്ചു കളഞ്ഞു. ലിസ്റ്റ് നിന്ന് വിട്ടീന്നർത്ഥം. നോക്കിയാൽ കാണൂല, എഴുതിയത് മായ്ച്ചു കളഞ്ഞു, അതിന്റെ വീഡിയോ ഓഡിയോ ഒക്കെ മായ്ച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ ലിസ്റ്റിലില്ല, മായ്ച്ചു കളഞ്ഞു. പൊറുക്കണത് വേറെ. അപ്പൊ അതാണ് യുക്കഫിർ, പുറത്ത് മായ്ച്ചു കളയുകയും വമ്പിച്ച പ്രതിഫലവും. 10 പുറത്തു കൊടുക്കുക, മഗ്ഫിറത്ത്. 11 നേരത്തെ പറഞ്ഞ ഫലാഹ്, അത് ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും ഉണ്ടാവും. 12 ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മാന്യന്മാർ എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരനും വലിയ പൈസക്കാരനും വലിയ ജോലിക്കാരനും വലിയ കുബേരനും വലിയ പള്ളളോന്നല്ല. പിന്നെന്താണ്? അത്ഖാക്കും, നിങ്ങൾ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കുന്നവനാരോ അവനാണ് അള്ളാഹുവിന്റെ അടുക്കൽ മാന്യൻ. 14ാമത്തെ കാര്യം നരകശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. നരകത്തിന്റെ ചുറ്റും മനുഷ്യരെയും ശൈത്താന്മാരെയും ജിന്നുകളെയും ഒക്കെ അള്ളാഹു ഹാജരാക്കും. നരകം അതിന്റെ ചുറ്റുവട്ടം അങ്ങനെ ഇരിക്കുക അല്ലെ. ഇപ്പൊ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത്, ഗ്രൗണ്ടിന്റെ അടുത്ത്, പാർക്കില്, അതുപോലെ തന്നെ വലിയ സ്റ്റേഡിയത്തിലൊക്കെ ആൾക്കാർ അങ്ങനെ ചുറ്റുവട്ടിരിക്കൂലേ, ആ ഇരുത്തം പോലെ നരകത്തിന്റെ ചുറ്റും അള്ളാഹു എല്ലാ മനുഷ്യന്മാരെയും കൊണ്ടുപോയി ഹാജരാക്കും. സൂറത്ത് മറിയം ആയത്തോതാ നേരല്ലാത്തോണ്ട് 66 മുതൽ 72 വരെ ആയത്തുകൾ പരിശോധിക്കുക. അവിടെ നല്ല പറയാൻ എല്ലാവരെയും അവിടെ നാം ഹാജരാക്കും. ഇത് അള്ളാഹു നിശ്ചയിച്ച അനിവാര്യമായ ഒരു കാര്യമാണ്. എന്നിട്ട് അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകക്കാരായ ആളുകളെ നരകത്തിലേക്ക് എറിയും. കാല് മുട്ടുകുത്തിയ അവസ്ഥയിലാണ് ചുറ്റുവട്ടത്ത് വന്നു നിൽക്കുന്നത്. പക്ഷേ സുമ്മനുനജ്ജില്ലദീന തഖൗ വനദറുല്ലാലിമിന ഫീഹാ ജിതിയ്യ, ഈ വട്ടം കൂടി നരകത്തിന്റെ ചുറ്റും അള്ളാഹു ഹാജരാക്കുന്ന ആളുകളിൽ നിന്ന് മുത്തഖീങ്ങളെ നാം രക്ഷപ്പെടുത്തും. അങ്ങോട്ട് ചാടൂല, ഇവിടെ നല്ല കൊണ്ടുപോവുകയാണ്, അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ രക്ഷ കിട്ടണമെങ്കിൽ അതാർക്കേ കിട്ടുള്ളൂ? മുത്തഖികൾക്കേ കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് കിട്ടുകയില്ല. സൂറത്ത് സുമർ 61ാമത്തെ ആയത്തിലും അതേ കാര്യം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് സ്വർഗീയ സുഖങ്ങൾ, സൗകര്യങ്ങൾ, താമസങ്ങൾ. ഇതൊക്കെ ഖുർആൻ സൂറത്ത് നഹലിലെ 30, 31, സൂറത്ത് ദുഹാൻ 51 മുതൽ 57 വരെയുള്ള ആയത്തുകളിലും മറ്റൊരുപാട് സ്ഥലങ്ങളിലും ഈ കാര്യങ്ങൾ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ആർക്കാ? മുത്തഖികളായ ആളുകൾക്ക്. ഹൂറുല്ലീൻ, നല്ല ഭർത്താവ്, നല്ല ഭാര്യ, കൂട്ടുകുടുംബമായി അവിടെ ജീവിക്കുക. ചോദിക്കുന്നതെന്തോ അതൊക്കെ മുന്നിൽ വരിക. ചുട്ടതും ചുടാത്തതും പറപ്പിക്കും എല്ലാ തരം ഭക്ഷണങ്ങളും, തൊട്ടുമുകളിൽ തൂങ്ങിക്കിടക്കുന്ന പഴക്കുലകൾ. സ്വർഗലോകത്ത് ദാനിയ കുത്തൂഫുഹ ദാനിയ, പഴക്കുലകൾ തൂങ്ങിക്കിടക്കുന്നതാണ്. അവിടെ ഇങ്ങനെ പറിച്ചു തിന്നാ മതി. മരത്തമ്മ കയറണ്ട, നീറിന്റെ കടികൊള്ളണ്ട, മുള്ളുമ കയറണ്ട, ഏണി വെച്ച് കയറണ്ട, ഒന്നും വേണ്ട. അവിടെ ഇങ്ങനെ പറിച്ചെടുക്കാം. ദുനിയാവിലുള്ളതാണോ? അതിനേക്കാൾ പേരിൽ മാത്രം സാദൃശ്യമുള്ള, എന്നാൽ മറ്റൊരു നിലക്കും സാദൃശ്യമില്ലാത്ത, നമ്മുടെ മനസ്സിൽ പോലും വിചാരിച്ചെടുക്കാൻ കഴിയാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഇത്തരം വിഭവങ്ങൾ അള്ളാഹു പരലോകത്തിരിപ്പിച്ചിട്ടുണ്ട്. അവിടെ എടുത്താൽ മതി, അല്ലെങ്കിൽ വിചാരിച്ചാൽ മതി, ചോദിച്ചാൽ മതി, അപ്പോഴേക്ക് മുന്നിലെത്തും. ഇതാണ് സ്വർഗം. അപ്പൊ അത് കിട്ടുന്നത് ആർക്കാ? മുത്തഖികൾക്കാണ്. ആ സ്വർഗത്തിലും ഇപ്പറഞ്ഞ 10-26 നേട്ടങ്ങളും ലഭിക്കാനാണ് റമളാനിൽ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത്. ആ നിലക്ക് റമളാനിനെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ നോമ്പുകാരിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. നോമ്പിന്റെ പ്രധാനപ്പെട്ട 2 സംഗതികൾ: രാവിലെ സുബ്ഹ് മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണവും വെള്ളവും കഴിക്കാതിരിക്കുക, ലൈംഗിക ബന്ധം ഒഴിവാക്കുക എന്നതാണ്. ഇത് ചെയ്താൽ നോമ്പായി എന്നാണ് നമ്മളിൽ പലരും നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതൊന്നും പോരാ എന്ന് നമുക്കറിയാം. പക്ഷെ പരിശോധിച്ചാൽ നമ്മുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഈ 2 സംഗതി മാത്രം ഒഴിവാക്കുന്നതാണ്. നാവ് പോലും വെറുതെക്കൂല. എല്ലാവിധ അനാവശ്യങ്ങളും തോന്നിവാസങ്ങളും നുണയും കഥയും അതൊക്കെ പറയും. അപ്പോ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം, സൗമുൽ ഖൽബി വൽ ജവാരി. നോമ്പ് എന്ന് പറഞ്ഞാൽ പള്ളക്കും ലൈംഗികാവയവത്തിനും മാത്രമല്ല, ഹൃദയത്തിനും മനുഷ്യന്റെ ശരീരത്തിനും മൊത്തത്തിലുമാണ് നോമ്പുണ്ടാകേണ്ടത്. തിന്നാതെ കുടിക്കാതിരുന്നത് കൊണ്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നത് കൊണ്ടോ മാത്രം നോമ്പ് സഫലമാവുകയില്ല. കാരണം അവിടെ തക്ക് വീട്ടൂല. 2 തലത്തിൽ മാത്രം പട്ടിണി, പള്ളക്കും പട്ടിണി, ലൈംഗികാവയവത്തിന് മാത്രം പട്ടിണി. അവിടെയല്ല, മനുഷ്യന്റെ ഹൃദയവും ശരീരവും അടക്കമാണ് നോമ്പ് നിൽക്കേണ്ടത്. കാരണം കൽപ്പനകൾ പാലിക്കുക, വിലക്കുകൾ ഒഴിവാക്കുക, അതാണല്ലോ നോമ്പ്, അതാണ് തഖ്വ. അവിടേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? പള്ളക്കോ ലൈംഗികാവയവത്തിനോ മാത്രം നോമ്പുണ്ടായ പോരാ, ഹൃദയത്തിനും അതനുസരിച്ച് ശരീരം മുഴുവൻ അള്ളാഹ് കീഴ്പ്പെടണം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. കളവ്, അനാവശ്യം, കള്ളസാക്ഷ്യം, ശിർക്ക്, ഇങ്ങനെ പലതും ഉപയോഗിക്കുന്ന വാക്കാണ് സൂർ. ആ കളവിന്റെ വ്യാജ വാക്കുകളും വൽ അമല ബിഹി, അതനുസരിച്ചുള്ള പ്രവർത്തിയും. പിന്നെ ബുഖാരിന്റെ ഈ റിപ്പോർട്ടിൽ വൽ ജഹ്ല, ജഹ്ൽ എന്ന് പറഞ്ഞാൽ ഇൽമിനെതിരാൻ, അറിവില്ലായ്മ. ഈ 3 കാര്യങ്ങൾ ഒഴിവാക്കാതെ ഒരുത്തൻ നോമ്പ് നോറ്റാൽ ഫലൈസ ലില്ലാഹി ഹാജ,
താമഹു ശറാബഹു, ഭക്ഷണവും പാനീയവും ഒഴിവാക്കിയതുകൊണ്ട് അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല. നിങ്ങൾ പട്ടിണി കിടന്നിട്ട് ഒരു കാര്യമില്ല. എന്തു വേണം? ഖൗലു സൂർ, അൽ അമലു ബിസ്സൂർ, അൽ ജഹൽ. ഈ 3 കാര്യങ്ങൾ, ഹക്കിനെതിരായ വാക്ക്, പ്രവർത്തനങ്ങൾ, പിന്നെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഒഴിവാക്കിയാലേ പട്ടിണി എടുക്കൊണ്ട് കാര്യമുള്ളൂ. അപ്പോഴേ യഥാർത്ഥ തഖ്വയാകുള്ളൂ. അപ്പൊ അങ്ങനെ വെറും പട്ടിണിയിൽ മാത്രം അവസാനിപ്പിച്ച് അതാണ് നോമ്പെന്ന് വിചാരിച്ച് ഒന്നും കിട്ടാതെ പോകുന്ന ആളുകളിൽ ഉൾപ്പെടരുത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇനിയും ആയുസുണ്ടെങ്കിൽ അടുത്ത നോമ്പിന്റെ ദിവസം വ്യാഴാഴ്ച ആയിരിക്കും മിക്കവാറും. അങ്ങനെ ജീവിക്കാൻ നമുക്കൊക്കെ അള്ളാഹു ആയുസ് തരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കൂടി കിട്ടുകയാണ്. അതിനും നമ്മൾ നന്ദി കാണിക്കണം. അത് നമ്മൾ പാഴാക്കിയാൽ അതിനൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ പരലോക ഉത്തരം പറയേണ്ടി വരും. ഇത്രയും അവസരം നൽകിയിട്ടും നീ എന്തുകൊണ്ട് ഈ പറഞ്ഞ തഖ്വ കൈവരിച്ചില്ല? നേരത്തെ പറഞ്ഞ 10-26 നേട്ടങ്ങൾ ഖുർആനിലെ ആയത്തുകളിൽ മാത്രം, ഹദീസിൽ വേറെയുണ്ട്, ഖുർആനിൽ തന്നെ വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതൊക്കെ നേടാൻ എന്തുകൊണ്ട് ഈ അവസരം ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അള്ളാഹുവേ, ഈ റമദാനിൽ ജീവിക്കുവാനും യഥാർത്ഥ നിലയിൽ നോമ്പ്